ഹലോ പ്രിയജനങ്ങളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു വിഷയം കണ്ടു. ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് പോലെ, അതായത് നിങ്ങളുടെ പങ്കാളിയിൽ നിന്നും വേണ്ടത്ര പരിഗണന ലഭിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് വേണ്ടത്ര പരിഗണന ലഭിക്കാറുണ്ടോ? അപ്പോൾ ഞാൻ ആലോചിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത്, അങ്ങനെ ഒരു ചോദ്യത്തിന് ഒരു മറുപടി എന്നോണം നിങ്ങൾ നിങ്ങളുടെ പങ്കാളിക്ക് വേണ്ടത്ര പരിഗണന കൊടുക്കാറുണ്ടോ എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. എപ്പോഴും എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ സ്വാർത്ഥത നിറഞ്ഞ ലോകത്തിൽ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം എന്ന് വെച്ചാൽ, എല്ലാ ബന്ധങ്ങളിൽ നിന്നും നമുക്കെന്ത് കിട്ടുന്നു, നമുക്കെന്ത് കിട്ടും, നമുക്കെന്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ച് മാത്രമാണ് നമുക്ക് ഭയങ്കര ബോധറേഷനുള്ളത്. അല്ലാതെ നമ്മൾ എന്തവർക്ക് തിരിച്ചു കൊടുക്കുന്നു, നമ്മുടെ ചുറ്റും നിൽക്കുന്നവർക്ക് പര്യാപ്തമായ അളവിൽ നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് നമ്മളെപ്പോഴും ആലോചിക്കാറേ ഇല്ല. അപ്പോൾ സ്നേഹമാണെങ്കിലും കരുതലാണെങ്കിലും ബാക്കി എന്ത് വികാരങ്ങളാണെങ്കിലും നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടത്ര കൊടുത്തിട്ട് വേണം നമുക്കത് തിരിച്ച് ആവശ്യപ്പെടാൻ. എന്ന് വെച്ചാൽ, ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് ചില കടമകളും കർത്തവ്യങ്ങളും ഉണ്ട്. അത് നമ്മൾ ശരിയായ രീതിയിൽ നിർവഹിക്കുമ്പോഴാണ് നമുക്ക് തിരിച്ചെന്തെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് ആവശ്യപ്പെടാനുള്ള അർഹത പോലും ഉണ്ടാവുന്നത് എന്നാണ് എൻ്റെ ഒരു ഭാഷ്യം. ഇപ്പം നമ്മുടെ പങ്കാളിക്ക് വേണ്ട കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ നമ്മൾ കൂടെ കൂടിയ ആ നാൾ മുതൽ പഠിച്ചുവോ? അദ്ദേഹത്തെ ശരിക്കും മനസ്സിലാക്കിയോ? അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ മുഖഭാവത്തിൽ നിന്ന് പോലും, കണ്ണുകളിലെ ചെറിയൊരു അനക്കത്തിൽ നിന്ന് പോലും അദ്ദേഹത്തിൻ്റെ ഇഷ്ടമെന്ത്, ഇഷ്ടക്കേടുകൾ എന്ത് എന്ന് മനസ്സിലാക്കി അലോസരമില്ലാതെ ഒരുമിച്ച് സാന്ത്വനവും സൗഹൃദവും പങ്കിട്ട് നീങ്ങാൻ പറ്റുന്നുണ്ടോ? ഞാൻ കൊടുക്കുന്നുണ്ടോ എന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, തിരിച്ച് നമ്മുടെ ഓരോ വ്യക്തികളുടെയും ആഗ്രഹവും ആവശ്യമൊക്കെ പലതരത്തിലാണ്. നമുക്ക് കൊടുക്കാനേ പറ്റൂ. മറ്റൊരാളിൽ നിന്നത് പിടിച്ചെടുക്കാനോ നിർബന്ധപൂർവ്വം ഇന്നത് വേണമെന്ന് പറഞ്ഞ് മേടിക്കാനോ പറ്റില്ല. ഇനി അഥവാ അങ്ങനെ മേടിച്ചാൽ തന്നെ അതിനൊരു സുഖം ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എന്താഗ്രഹിക്കുന്നുവോ, ആദ്യം നമ്മുടെ ആഗ്രഹം എന്താണെന്ന് നമുക്കറിയാലോ. ആ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ കൊടുത്തുകൊണ്ട് സ്വാഭാവികമായിട്ട് എന്തെങ്കിലും തിരിച്ചു വരും. അപ്പോൾ അങ്ങനെ വന്നാൽ നമുക്കത് തിരിച്ചു മേടിക്കുകയും ചെയ്യാം. ഇനി കിട്ടിയില്ലെങ്കിലും പരാതി വേണ്ട. നമ്മൾ നമ്മുടെ ധർമ്മം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ കാമനകൾ പകുതി പൂർത്തിയാവും. കാരണം നമ്മളിലെ വ്യക്തിത്വം മറ്റുള്ളവർക്ക് അഭിലഷണീയമായ വിധത്തിൽ ലഭിക്കുമ്പോൾ നമ്മുടെ ചുറ്റും നമ്മളെ സ്നേഹിക്കുന്ന കുറേ വ്യക്തികൾ വന്നു കൂടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തെറ്റുകളുണ്ടാവാം, കുറ്റങ്ങളുണ്ടാകാം കേട്ടോ. അതെല്ലാം നമ്മൾ തിരുത്തി മുന്നേറണം. പിന്നെ ഒരു ദാമ്പത്യമൊക്കെ ആവുമ്പോൾ ഒരുപാട് മിസ്മാച്ചുകളുണ്ടാവും. ഭക്ഷണത്തിൽ, കാണുന്ന സിനിമകളിൽ, കേൾക്കുന്ന പാട്ടിൽ, കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ, ജീവിക്കാൻ ആഗ്രഹിക്കുന്ന രീതികളിൽ, ധരിക്കുന്ന വസ്ത്രധാരണ സങ്കല്പങ്ങളിൽ എന്ന് വേണ്ട മുച്ചൂടും വ്യത്യാസമുള്ളവരായിരിക്കും. ഒരാൾക്ക് ആത്മീയമാണ് ഇഷ്ടമെങ്കിൽ ഒരാൾക്ക് പ്രേമമാണ് ഇഷ്ടം എന്ന് പറഞ്ഞ പോലെ അത്രയും അജഗജാന്തരങ്ങളിലൊക്കെ ഉള്ള ആളുകളുണ്ട്. അപ്പം നമ്മൾ എല്ലാതും വാശി പിടിച്ചിട്ട് എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ വരുതിയിൽ കൊണ്ടുവന്ന് ജീവിതം അങ്ങോട്ട് ആർമാദിച്ച് കളയാമെന്നൊന്നും വിചാരിച്ചാൽ നടക്കില്ല കൂട്ടരെ. നമ്മൾ ഒഴുക്കിനൊത്ത് നീങ്ങാൻ പഠിക്കണം. കുറേ അങ്ങനെ ചെയ്താൽ മാത്രമാണ് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റൂ. മനസ്സിലായോ? അപ്പോൾ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാക്കുക. എങ്ങനെ നല്ല ജീവിതം ഉണ്ടാക്കണമെന്നതിന് കൊടുത്തുകൊണ്ട്
കാണിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മൾ തന്നെ ഒരു പാഠമായിക്കൊണ്ട് അത് അർത്ഥവത്തായിട്ട് കാണിച്ചു കൊടുത്താലാണ് ശരിയാവുള്ളൂ. ഇപ്പം ഞാൻ പറയാം, നമ്മൾ വായിച്ചുണ്ടാക്കുന്ന അറിവുകൾ, പുസ്തകങ്ങളിൽ നിന്നുണ്ടാക്കുന്ന അറിവുകൾ, മറ്റുള്ളവർ പറഞ്ഞറിയുന്ന അറിവ്, അതൊക്കെ അവരുടെ അനുഭവങ്ങളേ ആവുള്ളൂ. നമ്മളെന്താ ആഗ്രഹിക്കുന്നു, നമ്മളെങ്ങനെ ആവണം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ശരിയായ പാഠം കിട്ടണമെങ്കിൽ നമ്മളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കണം. ആരും മോശക്കാരല്ലെന്നേ, എല്ലാവർക്കും കഴിവുകളുണ്ട്, സാമർഥ്യമുണ്ട്, ബുദ്ധിയുണ്ട്. അത് വിവിധ തരത്തിൽ നമ്മൾ വിനിയോഗിക്കുന്നു. അപ്പോൾ അറിവുണ്ടാക്കുന്നത് നല്ലതാണ്, അല്ലെന്നല്ല. പക്ഷേ സ്വന്തം മനസ്സിൻ്റെ ചോദനകളെ ആദ്യം കേൾക്കണം, അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളണം. അനുഭവങ്ങളേക്കാൾ നല്ല ഗുരു ഇല്ല. ബോറടിപ്പിച്ചോ? ഒരു വിഷയത്തിലൂന്നി പോയി എന്നേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ എന്താ പറയുക, വളരെ ഇഴകേറിയ വിവരണങ്ങളിലേക്ക് പോയാൽ ഒരുപക്ഷെ നിങ്ങൾക്കത് ബോറടിക്കും എന്ന് പറയാനൊക്കെ എനിക്കുണ്ട്. പക്ഷേ നിങ്ങളെ ഇരുത്തിക്കേൽപ്പിക്കലാണല്ലോ എൻ്റെ ഒരു സാഹസം. ഇട്ടിട്ട് ഓടിക്കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഈ വിഷയം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എല്ലാവരോടും സ്നേഹപൂർവ്വം ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. ബൈ.